ഒരു മനുഷ്യൻ ഒരു കുറ്റവും ചെയ്യാതെ 17 ദിവസം 2 ആഴ്ചയിൽ കൂടുതൽ 3 ആഴ്ചയ്ക്കടുത്ത് ജയിലിൽ കിടക്കേണ്ടി വരുന്ന സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ നാട്ടിൽ ഇത് സംഭവിച്ചു. വയനാട്ടിൽ പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ ഒരാളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടത് 17 ദിവസമാണ്. DCC പ്രസിഡന്റ് ND അപ്പച്ചനെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഇദ്ദേഹം ഉയർത്തുന്നത്. യഥാർത്ഥ പ്രതിയെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ എന്തായതിന് അവസ്ഥയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും ആരൊക്കെയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പോലീസിന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കറിയണം. അതിനു മുമ്പ് നമുക്ക് തങ്കച്ചൻ അഗസ്റ്റിനെ തത്സമയം പ്രേക്ഷകർക്ക് കേൾക്കാം. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം തങ്കച്ചൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ ഓണം ജയിലിൽ കൊണ്ടുപോയി അല്ലേ? ഗുഡ് മോർണിംഗ്. അതെ, ജയിലിലായിരുന്നു. ഈ ജീവിതത്തിൽ എന്നേ വരെ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇതല്ലാതെ ഒരു കുറ്റത്തിന് വേണ്ടി ജയിലിലിട്ടതാണ്. ഇല്ല, ഇത് ആദ്യത്തെ അനുഭവമാണ്. ഇപ്പൊ ശ്രീ തങ്കച്ചൻ എത്ര പ്രായമായി? സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടിയതുമാണ്. 55 വയസ്സായി. 55 വർഷമായി ഇതുവരെ ഒരു ജയിലിലും കിടന്നിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ അത്തരത്തിലുള്ള ക്രിമിനൽ കേസ് ഒന്നും തങ്കച്ചന്റെ പേരിലുമില്ല. ആദ്യമായി കിടന്നത് 17 ദിവസമാണ്. തങ്കച്ചന്റെ വീട്ടിൽ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഇല്ല. അതെ, മക്കൾ 2 പേര് പഠിക്കുന്നു. മക്കളുണ്ട്. എനിക്കൊന്ന് അമ്മയാണോ അവിടെ ഉണ്ടായിരുന്നത്, അതോ ഭാര്യയുടെ അമ്മയാണോ? ഒരാള് BCA. ഭാര്യയുടെ അമ്മയുണ്ടായിരുന്നു, പിന്നെ ഞങ്ങളൊരു ആന്റി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ വളരെ കുടുംബമായി നാട്ടിൽ വളരെ ബഹുമാനത്തോടു കൂടി ജീവിക്കുന്ന, മാന്യനായി ജീവിക്കുന്ന ശ്രീ തങ്കച്ചനെയാണ് 17 ദിവസം ജയിലിട്ടത്. ഇത് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചത് പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശ്രീ തങ്കച്ചൻ, അങ്ങ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്, അവിടുത്തെ വാർഡ് പ്രസിഡന്റോ മറ്റോ ആണ് അല്ലേ? അതെ, വാർഡ് പ്രസിഡന്റാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ശ്രീ തങ്കച്ചൻ? ഈ മദ്യക്കുപ്പിയും സ്ഫോടക വസ്തുവും ഒക്കെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നതാണല്ലോ പോലീസിന്റെ പരാതി, പോലീസിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് 17 ദിവസങ്ങൾക്ക് മുമ്പ്? അതെ, 17 ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 22-ാം തീയതി എന്നെ കടക്കപ്പായിൽ നിന്ന് രാത്രി 11 മണിക്ക് 2 പേര് വന്ന് വിളിച്ചേൽപ്പിക്കുക. വാതിലിൽ തുടരെ വടികൊണ്ട് അടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റ് വന്നത്. രാത്രി മഫ്തിയിലുള്ള 2 പേർ എൻ്റെ സിറ്റ് ഔട്ടിലും ഒരാൾ മുറ്റത്തും ഉണ്ടായിരുന്നു. രാത്രി 11 മണിക്ക്. അങ്ങനെ ഇറങ്ങി വന്നപ്പം അവർ വേഗം 2 പേരും സിറ്റ് ഔട്ടിലുണ്ടായിരുന്ന 2 പേരും ID കാർഡ് എടുത്ത് കാണിച്ചു. പുൽപ്പള്ളി സ്റ്റേഷനിലെ SI-മാരാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട, വാതിൽ തുറന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇറങ്ങി വന്ന് ID കാർഡ് നോക്കി, എന്താണ് സാർ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ വണ്ടി നിങ്ങളതാണോ എന്ന് ചോദിച്ചു. വണ്ടിയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നു. അവരടിച്ച ടോർച്ച് പ്രകാരമാണ് വണ്ടിയുടെ അടിയിൽ കിടക്കുന്ന പാക്കറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാനിപ്പോൾ എന്നെ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ വിളിച്ചേൽപ്പിച്ചതാണ്, നിങ്ങൾ കൊണ്ടുവന്നിട്ടതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണേൽ സംശയിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നോട് പരുഷമായിട്ട് ചൂടായി. വണ്ടിയുടെ അടിയിൽ ബാക്ക് ടയറിനോട് ചേർന്ന് പ്ലാറ്റ്ഫോം തറയിലാണ് കിടന്നത്, പോർച്ചിന്റെ തറയിൽ. ഓക്കെ, അതിനകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? വീടും റോഡുമായിട്ട് ഒരു 50 മീറ്റർ പോലും അകലെ. അതിൽ കുറച്ച് കർണാടക 90 മില്ലി അളവ് ക്വാണ്ടിറ്റി വരുന്ന കർണാടക മദ്യം ഒരു 20 പാക്കറ്റ്, പിന്നെ ഈ പാറ പൊട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന തോട്ട എന്ന് പറയുന്ന ജലാസ്റ്റിൻ സ്റ്റിക്ക് 15 എണ്ണം, അതിനുപയോഗിക്കുന്ന ക്യാപ്പ്, അതൊരു ഡിറ്റനേറ്റർ എന്ന് പറയും, അത് 10 എണ്ണം, ഒരു 1/2 മീറ്ററോളം അതിൻ്റെ തിരിയും. ഇത്രയും സാധനമാണ് അതിലുണ്ടായിരുന്നത്. ഈ റോഡിൽ നിന്ന് വേണമെങ്കിൽ ഈ വസ്തുക്കൾ വണ്ടിയുടെ അടിയിലോട്ട് വലിച്ചെറിയാൻ പറ്റുമോ? അത്ര ദൂരമേ ഉള്ളൂ റോഡിൽ നിന്ന്? എറിഞ്ഞാലും ഇതിൽ വന്ന് വീഴും. ഒരു 25 മീറ്ററേ ഉള്ളൂ റോഡും എൻ്റെ പോർച്ചുമായിട്ട്. ഗേറ്റ് ഇല്ല, തുറന്നു കിടക്കുന്ന ഓപ്പൺ ഏരിയ ആണ് ഇവിടെ. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ലാത്തത് കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടൊക്കെയാണ് ഗേറ്റ് ഒന്നും വെക്കാത്തത്. ഓക്കെ, ഒരു പക്ഷേ താങ്കൾ സംശയിക്കുന്നത് പുറത്തുനിന്ന് ആരോ ചിലർ താങ്കളുടെ വീട്ടുമുറ്റത്തേക്ക് ഈ വണ്ടിയുടെ അടിയിലേക്ക് ഇത് എറിഞ്ഞിട്ട് പോയിട്ടുണ്ടാകുമെന്നാണ്. അങ്ങനെ ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം പോലീസുകാർ താങ്കളാണ് എന്ന് പറഞ്ഞിട്ട് താങ്കളെ പോലീസ് സ്റ്റേഷൻ കൂട്ടിക്കൊണ്ടുപോകുന്നു അല്ലേ? ഇവർ മഹസറൊക്കെ എഴുതി 11 മണിക്ക് വന്ന പോലീസ് ഒരു 12:30യോട് കൂടി എന്നെയും കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. ഓക്കെ, അവിടെ എത്തിയതിനു ശേഷവും താങ്കൾ പറഞ്ഞത് പോലീസ് വിശ്വസിക്കാൻ തയ്യാറായില്ല? ഇല്ല, വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇവിടുന്ന് തന്നെ ഞാൻ ഓരോ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, താങ്കൾ അധികം സംസാരിക്കേണ്ട, ഇനി മിണ്ടണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, ശരി. അതിനുശേഷം അവിടെ കൊണ്ടുപോയി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. 17 ദിവസം ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു.
അപ്പോൾ ഈ സമയത്തൊക്കെ താങ്കൾ പറയുന്നില്ലേ ഇത് എനിക്ക് ഈ പരിപാടി ഇല്ല, ഞാൻ ഇന്നേ വരെ ഇത് ചെയ്തിട്ടില്ല, ഈ തോട്ടയുടെയും വിലാസത്തിന്റെയും പരിപാടിയൊന്നും താങ്കൾക്കില്ലല്ലോ? രാത്രി ഇല്ല, രാത്രി 12:30 ഇവിടുന്ന് കൊണ്ടുപോയ എന്നെ പിറ്റേ ദിവസം 2 മണിക്കാണ് സ്റ്റേഷനിൽ നിന്ന് ബത്തേരി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അത്രയും നേരം അവിടെ ഇരുത്തുകയായിരുന്നു, ഉച്ചവരെ സ്റ്റേഷനിൽ തന്നെ ഇരുത്തുകയായിരുന്നു. ഉച്ചവരെ സ്റ്റേഷനിൽ തന്നെ ഇരുത്തി. ഈ സമയത്തൊക്കെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവില്ലേ ശ്രീ തങ്കച്ചൻ? 3:30ക്കാണ് എന്നെ കോടതിയിൽ ഹാജരാക്കുന്നത്, ഉച്ച കഴിഞ്ഞ്. സ്വാഭാവികമായിട്ടും ഈ സ്റ്റേഷനിലൊക്കെ പോയി അതും മദ്യം കടത്തുക ഒക്കെ വേദനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മരവിച്ച അവസ്ഥയിൽ, മനസ്സൊരു മരവിച്ച അവസ്ഥയിലായി പോവുകയത്. വേദനിക്കുകയല്ല, നമുക്ക് ഒരു എന്താ പറയുക, ഒന്നിനോടും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി പോവുകയാണ് ചെയ്തത്. താങ്കൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഇത് താങ്കൾക്കിട്ട് ആരോ ഒരാൾ പണിഞ്ഞതാണ്, ഒരു പണി തന്നതാണ് എന്ന് മനസ്സിലായിരുന്നു? അത് ഇവിടെ സാധനം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ട്രാപ്പിൽ കുടുക്കിയതാണ്, എനിക്കിട്ട് പണി തന്നതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഈ താങ്കൾ ആരെയാണ് സംശയിക്കുന്നത്? കഴിഞ്ഞ ജൂലൈ 22-ന് മുള്ളംകൊല്ലി, അതാ ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ജൂലൈ 22-ന് കോൺഗ്രസ് പാർട്ടിയുടെ മുള്ളംകൊല്ലി പഞ്ചായത്ത് വികസന സമിതി യോഗം പാടിച്ചിറയിൽ വെച്ച് നടന്നിരുന്നു. പാടിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച്. അന്ന് അവിടെ പാർട്ടിയിലെ ചില വിഷയങ്ങൾ പറഞ്ഞ് കശപിശ ഉണ്ടാകുകയും ആ കശപിശയ്ക്കിടയ്ക്ക് DCC സെക്രട്ടറി, മുള്ളംകൊല്ലിയുടെ ഉള്ള ഒരു DCC സെക്രട്ടറി എന്നോട് പറഞ്ഞിരുന്നു, നിന്നെ വീട്ടിൽ കടത്തി ഉറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു രീതിയിൽ വന്ന ഒരു കേസ് കെട്ടാണിത്. അതിൽ ഇവിടുത്തെ 2-ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർക്കും കൈയുണ്ട്. ഈ പെരിക്കലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ മീഡിയ, അതിൻ്റെ ഓണർക്കും, അവർക്കൊക്കെ ഇതുണ്ട്. അത് പോലീസ് അന്വേഷിച്ചാലേ ഇവരുടെ പങ്കുകളൊക്കെ ഇത് പുറത്തു വരുള്ളൂ. താങ്കൾ സംശയിക്കുന്നത് 2-ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ, അതേപോലെ ഓൺലൈൻ പോർട്ടൽ നടത്തുന്ന ഒരാള്, പക്ഷെ ഇവരെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? അത് ഇവിടെ മുള്ളക്കൊല്ലിയിലെ മുൻ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്, അങ്ങനെ മുള്ളക്കൊല്ലിയിൽ തന്നെ മണ്ഡലം ട്രഷറർ ഉണ്ട്, ഇങ്ങനെ കുറച്ച് പേര് മുള്ളക്കൊല്ലിയുള്ളവരുണ്ട്. പിന്നെ പോലീസ് അന്വേഷിച്ച് അല്ലെ ഇതിന്റെ ഗൂഢാലോചന വന്നാലേ ഇതിന് മുകളിലുള്ള ആരൊക്കെ ഇതിൽ പങ്കാളികളാണ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഈ ND അപ്പച്ചൻ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുള്ളതായിട്ട് താങ്കൾ സംശയിക്കുന്നുണ്ടോ ശ്രീ തങ്കച്ചൻ? സംശയമുണ്ട്. ഇവരെല്ലാം ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ളതിന് സംശയമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പരാതി ഞങ്ങൾ KPCCക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ KPCC പ്രസിഡന്റ് ഇന്നലെ രാത്രി ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇതിനൊരു അന്വേഷണ കമ്മീഷനെ വെക്കാമെന്നും ഉടനെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇതിന് വ്യക്തമായ ഒരു നടപടി എടുത്തു തരാമെന്നും എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്താണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിന്റെ കാരണം? താങ്കളോട് ഇത്ര പക തോന്നണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കോറ മാഫിയയുമായുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും അതിൽ ഇവർ കുറച്ച് പേര് പൈസ വാങ്ങുക, അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില സ്ഥലത്തെ കോറകൾക്ക് വിരോധമില്ല, ചില സ്ഥലത്തെ കോറകൾക്ക് വിരോധം, അങ്ങനെയൊക്കെ വന്ന ഒരു വിഭാഗീയത വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ഈ ജലാസ്റ്റിക്കും ഒക്കെ വന്നത് ആ വഴിയായിരിക്കും അല്ലേ? ആ വഴി തന്നെ ആയിരിക്കണം. ഇവർക്ക് പലർക്കും കോറ നടത്തുന്നവരായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട്. എത്ര ഇല്ല, CCTV ഒന്നുമില്ല. അതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഇതിൽ കറക്റ്റ് നിയമം അറിയുന്ന ഒരു വ്യക്തിയുടെ പിന്തുണ ഇതിന് പുറകിലുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനവും, മദ്യവും സ്ഫോടക വസ്തുവും വരുമ്പോൾ ഒരിക്കലും ജാമ്യം കിട്ടൂല. ഒരു 14 വർഷം അകത്ത് കിടക്കേണ്ട ഒരു കുറ്റമാണ് ഇത് എന്നാണ് എന്നോട് വൈത്തിരിയിലെ ജയിലർ പറഞ്ഞു തന്നത്. നമുക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അത് കേരളത്തിൽ നിരോധിതമായ കർണാടക മദ്യവും സ്ഫോടക വസ്തു ഇത് വരുമ്പോൾ 2 കേസാണ് വരുന്നത്. രണ്ടും രാജ്യദ്രോഹ കുറ്റമാണ്. സ്ഫോടക വസ്തു വെച്ചതും പിന്നെ നിരോധിത അബ്കാരി കേസും മറ്റേ ഇത് എക്സ്പ്ലോസീവ് കേസ്, 2 കേസുകൾ, 2 വകുപ്പുകളാണ് വരിക. ഈ 2 വകുപ്പ് ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് ജാമ്യം കിട്ടില്ല. 14 നിർബന്ധമുണ്ടായിരുന്നു. നിർബന്ധം ഉണ്ടായിരുന്നു, അത് വ്യക്തമാണ്. ഈ ശ്രീ തങ്കച്ചൻ, ഈ സമയത്ത് പോലീസുകാരെ ആരാ വിളിച്ചു പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും സൂചന ശ്രീ തങ്കച്ചന് കിട്ടിയിട്ടുണ്ടോ? പോലീസുകാർ പിന്നീട് താങ്കൾ ജയിൽ മോചിതനായി വരുന്ന അതൊന്നും നമ്മളോട് അതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇന്നലെ ഞാൻ വന്ന വഴിക്ക് അവിടെ കയറിയിരുന്നപ്പോൾ അവരെ കാണാൻ സാധിച്ചില്ല. ഇന്ന് 10 മണിക്ക് പോയി കാണുന്നുണ്ട്. കാരണം അവർ പിന്നീട് എന്നെ കൊണ്ടുപോയി 23-ാം തീയതി എന്നെ കോടതിയിൽ ഹാജരാക്കി. 24-ാം തീയതി തൊട്ട്
അവരിതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ശ്രമഫലമായ എസ് പിക്ക് പരാതി കൊടുത്തിരുന്നു. 23-ാം തീയതി തന്നെ എൻ്റെ ഭാര്യയും മോനും പത്രസമ്മേളനം വിളിക്കുകയും അത് കഴിഞ്ഞ് എസ് പിക്ക് പരാതി കൊടുക്കുകയും എസ് പി DYSPയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി CIനെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരുന്നു ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ പുൽപ്പള്ളി അത് എന്നെ ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്ത പ്രൊബേഷൻ SIയും അതിലംഗമായിരുന്നു. പ്രവർത്തിച്ചത് പോലീസുകാരെ കുറിച്ച് താങ്കൾക്ക് പരാതിയൊന്നുമില്ല? അവരുടെ ഇല്ല, 23-ാം തീയതി തന്നെ കോടതി റിമാൻഡ് ചെയ്ത് 24-ാം തീയതി മുതൽ അവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ശക്തമായ സത്യസന്ധമായ അന്വേഷണം നടത്തിയത് കൊണ്ടാണ് എനിക്ക് നിരപരാധിത്വത്തോടു കൂടി ഇന്നലെയെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങാനായത്. എനിക്കിനിയിപ്പോൾ ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നെ നിരപരാധിയാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ സന്തുഷ്ടനാണ്. എനിക്ക് പോലീസിനോടും ഒക്കെ നന്ദിയുണ്ട്. പക്ഷേ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പാർട്ടിക്കുള്ളിലുള്ളവരെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ശക്തമായ ആവശ്യം എനിക്കുണ്ട്. അതെനിക്ക് തോന്നുന്നത് വളരെ എളുപ്പമായിരിക്കും. കാര്യം ആരാണോ പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കുന്നത് ആ പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കുന്നത് വഴി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഈ ചരടിന്റെ അങ്ങേയറ്റം കിട്ടും. അത് കൊണ്ടുവരണം, അത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ള ഒറ്റ ആവശ്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതേപോലെ നമുക്ക് കുടുംബത്തിന് നീതി കിട്ടണം. 17 ദിവസമാണ് എൻ്റെ പോയത്. ഞാനൊരു ക്ഷീരകർഷകനാണ്. എൻ്റെ പശുവിൻ്റെ പാലൊക്കെ പറ്റി തീറ്റ കൊടുക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ടും മാനസികമായും സാമ്പത്തികമായും ഒക്കെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് അതിന് നീതി കിട്ടണം. പിന്നെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നിയമം. അതാണ് നമ്മുടെ രാജ്യത്തെ ന്യായ സംവിധാനത്തിന്റെ തത്വം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും അവരെ വെറുതെ വിടരുത്. താങ്കൾക്കെതിരെ ഇതേപോലെ അതും എത്ര ഗൂഢനീക്കമാണ് നടത്തിയത്. സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്ലാനിങ് അതിനകത്ത് പിന്നിലുണ്ട്, ഒരു വലിയ ആസൂത്രണം അതിന്റെ പിന്നിലുണ്ട്, ആ ഒരു ഗൂഢാലോചനയുണ്ട്. അത് നടത്തിയ ആളുകളെ ഒരു കാരണവശാലും പുറത്തു വിടരുത്. പോലീസുകാർക്ക് അത് മനസ്സിലാവും. കാരണം അവർക്ക് വന്നേക്കുന്ന ടെലിഫോൺ കോൾ പരിശോധിച്ചു. അതെ, നമുക്ക് അപ്പോൾ സംശയമുള്ളവരുടെ പേര് ഞങ്ങൾ പോലീസിലും കൊടുത്തിട്ടുണ്ട്, പാർട്ടി നേതൃത്വത്തിനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നലെ KPCC പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞ് പാർട്ടിയിൽ നിന്നൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് വിത്തിൻ 7 days 7 ദിവസത്തിനുള്ളിൽ അതിന് പരിഹാരം ഉണ്ടാക്കി അന്വേഷണം ഇതാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിയമപരമായ കാര്യങ്ങൾ പോലീസുകാരും അന്വേഷിക്കട്ടെ. ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് ശ്രീ തങ്കച്ചൻ എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ? ഓക്കെ, താങ്ക് യു. ഇല്ല, അങ്ങനത്തെ നമ്മൾ പറഞ്ഞില്ല, ആ ഒരു മാനസികമായി ആകെ ഡൗൺ ആയിപ്പോയി. നമുക്ക് ചെയ്യാത്തൊരു കുറ്റം. പിന്നെ അന്നും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഈശ്വരൻ കൈവിടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം നമ്മൾ സത്യസന്ധമായിട്ട് ഇത് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിപ്പോ 11 മണിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണോ അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഓക്കെ, ഇപ്പൊ തങ്കച്ചൻ പോരാട്ടം തുടരുക. ഏതായാലും നമ്മളും താങ്കൾക്കൊപ്പമുണ്ട്. ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് തങ്കച്ചൻ. 10 മണിക്ക് CIനെ കാണുന്നുണ്ട്. അതെ. ഓക്കെ സാർ, അപ്പൊ എന്തായാലും വൈകിയാണെങ്കിലും ഓണം ഒന്ന് ആഘോഷിച്ചോളൂ. കാര്യം താങ്കളുടേതാണ് ഇക്കുറി ഓണം. ആദ്യം ഓണം നഷ്ടപ്പെട്ടെങ്കിലും ശ്രീ തങ്കച്ചൻ ഓണം ആഘോഷിക്കട്ടെ. 17 ദിവസം ആ പാവം മനുഷ്യനെ പശുവിന്റെ കറവ പറ്റി കണ്ണി ചോരയുണ്ടോ നിങ്ങൾക്കെന്നേ നമുക്ക് ചോദിക്കുന്നുള്ളൂ. രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിഷയം ഒരാൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അയാളെ കുടുക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കർണാടകയിൽ നിന്ന് കുറച്ച് മദ്യം വാങ്ങിച്ചുകൊണ്ട് വരിക, ഇയാളുടെ വീട്ടിലേക്ക് ഇടുക, എന്നിട്ട് ഏതോ ഒരു ക്വാറിയിൽ നിന്ന് പോയിട്ട് ജലാസ്റ്റിസ്റ്റിക്കും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് തോട്ടയെടുത്ത് അതവിടേക്ക് ഇടുക. അപ്പോൾ സ്ഫോടക വസ്തുവായി മദ്യം കടത്തിയതുമായി രണ്ടും കൂടെ ചെന്നാൽ 10-12 വർഷം ജയിലിൽ കിടന്നോളൂല്ലോ എന്ന് കരുതിയിട്ടുണ്ടാവും. ഇതിലേക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നപ്പാ?